ശിവായ. എൻ്റെ പേര് മീമൺ പത്മനാഭൻ വിഷ്ണു. ഞാൻ ഇവിടെയുള്ള ആളല്ല, വടക്ക് കാസർഗോഡാണ് നമ്മുടെ സ്ഥലം. ഇവിടെ വന്ന് പാരമ്പര്യമായിട്ടുള്ള ശാന്തിയാണ്. പത്മനാഭനെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ആദ്യം വന്നത് 1986 ആദ്യം വന്നത്. അന്ന് മുതൽ ഞാൻ കാണുന്നുണ്ട് ഈ രുദ്രജപവും കാര്യങ്ങളും ഒക്കെ. അത് 39 കൊല്ലമായെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ മുടക്കം വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ആ സമയത്ത് ഒരു 3.5 വർഷം ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ കുമാരനെല്ലൂർ ശാന്തിക്ക് പോയി. പിന്നെ തിരിച്ച് 2008 വീണ്ടും വന്നു. 13 വരെ ഇവിടെ ജോലി ചെയ്തു. 13 പത്മനാഭൻ്റെ ഇവിടെ നരസിംഹമൂർത്തിയുടെ ഇവിടെ നമ്പിയിരിക്കാനൊരു അനുഗ്രഹം തന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2021 വീണ്ടും ഇവിടെ വന്നു. 4 വർഷം പൂർത്തിയായി. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്കും നമ്മളെ ഇത് ശാന്തി കാരായ്മ ആയതുകൊണ്ട്, പാരമ്പര്യമായിട്ട് ശാന്തി ആയതുകൊണ്ട് ശമ്പളം വളരെ കുറവാണ്. പക്ഷെ എന്നാലും ഈ ശമ്പളത്തിൽ ഇത് വെച്ച് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല. ആർക്കും പറ്റൂല എന്നല്ല, സാധിക്കില്ല. പ്രതിമാസം 10,000 രൂപയാണ് ദേവസ്വം ബോർഡ് നോക്കാൻ വെച്ചിരുന്ന ശമ്പളം. അതുകൊണ്ട് തിരുവനന്തപുരം പോലെ സിറ്റിക്കകത്ത് ഒരു കുടുംബത്തോടുകൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ആ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ ആയാലും നമ്മളെ കാര്യങ്ങൾ അദ്ദേഹം ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട്. അതൊരു വിശ്വാസമാണ് നമ്മൾ. പിന്നെ അപ്പം മൂടൽ, അതിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഓരോ ചടങ്ങുകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെന്നെ വന്ന് നമ്മളടുത്ത് പറയണം, അതാ നമ്മളെ കാര്യം ആയി തിരുമേനി, ഇല്ലെങ്കിൽ നമ്പൂരി, ഇല്ലെങ്കിൽ പോറ്റി. അപ്പോൾ നമുക്കിനി അടുത്ത് നമുക്ക് ആ ചടങ്ങ് നടത്തണം എന്ന് അവർ വന്ന് പറയും നമ്മളടുത്ത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് പറയുമ്പോഴത്തേക്ക് തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ 2029 നവംബർ മാസം വരെ ത്രൂഔട്ട് ബുക്കിംഗ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു അമ്പലത്തിൽ അത്രയൊക്കെ ബുക്കിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മഹത്വവും പോസിറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് ഇത്രയും പോസിറ്റീവായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, ഈശ്വരാധീനം എന്നുള്ള സംഗതി. അതെന്തായാലും എല്ലാവർക്കും ഇവിടെ വരുന്ന അകത്ത് കയറുമ്പോൾ ഓരോ ആൾക്കാർ പറയുന്നു ഒരു പ്രത്യേക എനർജിയാണെന്ന് പറയുന്നു. നമുക്കും അതെ, നമ്മളെ സംബന്ധിച്ച്. പക്ഷെ കഷ്ടപ്പാടില്ലാത്ത മനുഷ്യരോ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരോ ഇന്ന് ലോകത്തിലില്ല. നമ്മൾ ഓരോരാൾക്ക് ഓരോ തരത്തിലാണ്. പക്ഷെ എന്നാലും അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എത്രയോ ഭേദമാണെന്നാണ് എൻ്റെ ഇത് പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് കാരായ്മ ശാന്തി എന്ന് പറയുമ്പോൾ ഇവിടെ പത്മനാഭൻ്റെ അവിടെ ഹരിപ്പാട്, ഏറ്റുമാനൂർ, കുമാരനെല്ലൂർ, കിടങ്ങൂർ, പിന്നെ തലശ്ശേരി, തിരുവങ്ങാട്, ശ്രീരാമസ്വാമി, അങ്ങനെ 6-7 അമ്പലങ്ങൾ ഞങ്ങൾ ഇന്നും പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ സമുദായത്തിനാണ് ശാന്തിയുടെ ഉത്തരവാദിത്വം. ബ്രഹ്മശ്രീ പുല്ലൂർ യോഗസഭ കാഞ്ഞങ്ങാട്, അതാണ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ പേര്. സമുദായത്തിൻ്റെ വകയാണ് ഇവിടെ വടക്കേ നമ്പിമഠം സ്ഥലവും. നമ്പി ഇപ്പം മിനിയാന്നാണ് നമ്പി മാറിയത്. അതൊക്കെ സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒന്ന് തുടർച്ചയായിട്ടല്ലെങ്കിലും ഒരു ബ്രേക്ക് വന്നാലും ഒരു 12 വർഷമായി എൻ്റെ സർവീസ് ഇവിടെ. സർവീസ് എന്നല്ല, നമ്മുടെ സേവനം അത്രേ പറയാനുള്ളൂ, ജോലിയെന്ന് പറയാനില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ സമുദായത്തിൽ ഈ മിത്രാന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ഇത്രയും കാലം ജോലി ചെയ്ത ഒരാൾ വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടാണ്, എനിക്കിത് മതി, വേറെ ടെൻഷനില്ല, വണ്ടി ഓടിക്കണ്ട, അങ്ങനെയല്ല, റോഡ് ക്രോസ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. നമുക്ക് നടന്ന് 2-ാം മുടിയിലേക്ക് തോർത്ത് വിട്ടാൽ നമുക്ക് ഇവിടം വരെ വരാവുന്നതേ ഉള്ളൂ. അടുത്താണ് താമസം. അതൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു ഇതിൽ എത്തുന്നു. പിന്നെ ശിവരാത്രിയെ സംബന്ധിച്ച് 11 ദിവസം രുദ്രജപം കാര്യങ്ങൾ. രാവിലെ 6 മണിക്ക് ഏകാദശ രുദ്രം എന്നാണ് പറയുന്നത്. 11 ബ്രാഹ്മണർ 11 രുദ്രം ജപിച്ച് 8 കൂട്ടാഭിഷേകം, അഷ്ടാഭിഷേകം എന്ന് പറയുന്ന പോലെ. അവസാനം അലങ്കാരത്തോടു കൂടിയുള്ള മഹാപൂജ. 11 ദിവസം അങ്ങനെ തന്നെ. 11-ാം ദിവസം രാവിലെ ആദ്യം മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, വസുർധാര ഹോമം. പിന്നെ അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞാൽ മഹാദേവന് ഘൃതധാരയാണ്, ദീപാരാധന വരെ. ഉച്ചപൂജ കഴിഞ്ഞാൽ അലങ്കാരം മാറ്റിയിട്ട് നെയ്ധാര, അത് ത്രൂഔട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സന്ധ്യക്ക് ദീപാരാധന കഴിയുന്നവരെ അതാണ്. ദീപാരാധന കഴിഞ്ഞാൽ അടുത്ത അഭിഷേകം തുടങ്ങലായി. അഭിഷേകം കഴിഞ്ഞാൽ മഹാപൂജ. രാത്രി 12 മണിയാവും പൂജ കഴിഞ്ഞ്. അത് കളഭാഭിഷേകവും കാര്യങ്ങളും അങ്ങനെയായിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, ഈ 36-37 കൊല്ലമായിട്ട് നമ്മൾ കാണുന്ന ഒരു 39 എൻ്റെ കണക്കുപ്രകാരം പറയുമ്പോഴത്തേക്ക് 86 മുതൽ 2025 39 വർഷമായി ഞാൻ കാണുന്ന സിസ്റ്റത്തിൽ വരാൻ തുടങ്ങിയിട്ട്. അത് ആ ജപിക്കുന്ന ആ വാദ്യരും അങ്ങനെയാണ്. അദ്ദേഹം പറയണത് തന്നെ 39 കൊല്ലമായി തിരുമേനി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതന്നെ ഒരു ദൈവാദിനമല്ലേ നമുക്ക്. ഇപ്രാവശ്യം എല്ലാം മംഗളമായി മഹാദേവനെങ്കിൽ നടക്കുമെന്നുള്ള പ്രാർത്ഥനയോട് നിർത്തുന്നു. നമസ്കാരം.
എൻ്റെ പേര് രാമകുമാർ. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ്. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു 100 വാര പടിഞ്ഞാറോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഈ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് ഉള്ള ഒരു മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ 3 പേർക്കും തനിയായിട്ട് അമ്പലങ്ങൾ ഉള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഇത് 800 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. 800 വർഷത്തിൽ കൂടുതൽ. ഇത് മുനിമാർ തപസ് ചെയ്ത് സൂര്യഭഗവാന് പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ ഐതിഹ്യമായിട്ട് പറയുന്നത്. അതാണ് മിത്രൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ ഇതിലാണ് മിത്രാനന്തപുരം എന്ന നാമം വന്നിട്ടുള്ളത്. ഇവിടെ യാഗങ്ങൾ, പൂജകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ശിവരാത്രിയോടനുബന്ധിച്ച് മഹാരുദ്രം നടക്കുന്നുണ്ട്. 11 ദിവസത്തെ 11 പേരിരുന്നുള്ള രുദ്രജപം. ആ 11ൻ്റെ അന്ന് ശിവരാത്രിയുടെ ദിവസം രുദ്രഹോമം, ചമഹോമം, വസുർധാര ഹോമം മുതലായവയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വിശേഷം. പിന്നെ ഈ ക്ഷേത്രത്തിൽ തന്നെ ബ്രഹ്മാവിൻ്റെ കൂടെ ഇരിക്കുന്ന ഗണപതി വന്നിട്ട് ലക്ഷ്മി ദേവി കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഉച്ഛിഷ്ട ഗണപതി എന്നാണ് ശരിക്കും അത് പറയുന്നത്. അപ്പം അവിടുത്തെ ഈ അപ്പം മൂടൽ വഴിപാട് വളരെയധികം പ്രസിദ്ധമാണ്. ദിവസവും അവിടെ അപ്പം മൂടൽ നടക്കാറുണ്ട്. ഇപ്പോൾ 2029 അപ്പം മൂടൽ ബുക്കിംഗ് നടക്കുന്നത്. നമസ്തേ, ഓം നമഃ ശിവായ. മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രം കേരളത്തിലെ തന്നെ അത്യപൂർവമായ ഒരു ക്ഷേത്രമാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ പടിഞ്ഞാറേ നടയിലുള്ള മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിലെ ഉച്ഛിഷ്ടകാര്യ ഗണപതിയുടെ അപ്പം മൂടൽ വളരെ പ്രസിദ്ധമാണ്. ധാരാളം ആൾക്കാർ അപ്പം മൂടൽ നേരുകയും അവർക്ക് അഭീഷ്ടസിദ്ധിക്കായിട്ട് നേരുന്ന ഈ ഒരു വഴിപാട് ധാരാളം പേർക്ക് അഭീഷ്ടസിദ്ധി കൈവരിക്കുകയും മഹാഗണപതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ഇവിടെ ഭക്തർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 5:45 ഉച്ഛിഷ്ടകാര്യ ഗണപതിക്ക് അപ്പം മൂടുന്നു. 7:15 ആ അപ്പം എടുത്ത് ഭക്തർക്കായി പ്രസാദമായി നൽകുകയും അതുവഴി ഗണപതിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ഈ വർഷം 2025, 2029 വരെ അപ്പം മൂടൽ ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിനു കാരണം തന്നെ മഹാഗണപതിയുടെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു ശക്തിയാണ്. ലക്ഷ്മി ദേവിയോടുകൂടി ഇരിക്കുന്ന ഭഗവാൻ സദാ പ്രസന്നനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ കോവിലിലാണ് ഉച്ഛിഷ്ടകാര്യ ഗണപതി ഉള്ളത്. ഓരോ ഭക്തരും ഇവിടെ വന്ന് അവരുടെ സങ്കടങ്ങൾ, അവർക്ക് എന്തൊക്കെയാണോ നേടേണ്ടത്, അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അപ്പം മൂടൽ വഴിപാടായി നേർന്നുകൊണ്ട് പോവുകയും അവർക്കത് സാധിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ആ അപ്പം മൂടൽ നടത്തുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ 2029 വരെ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞുവല്ലോ. ഏവർക്കും ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. ഏതെങ്കിലും ആൾക്കാർക്ക് അവിടെ ഏതെങ്കിലും ഒരു തടസ്സം ഉണ്ടായാൽ ആ ദിവസം മറ്റുള്ളവർക്കായിട്ട് വിളിച്ചു വിടുന്നു തന്നെ ക്ഷേത്രം ദേവസ്വം ബോർഡ് അധികാരികൾ തന്നെ അവരെ വിളിച്ചു പറഞ്ഞ്, ഇവിടുത്തെ സ്റ്റാഫുകൾ വിളിച്ചു പറഞ്ഞ് അവർക്കായിട്ട് അടുത്ത ആൾക്കാർക്കായിട്ട് ആ ദിവസം ഉപയോഗിക്കാവുന്നതാണ്. വിദേശത്തുള്ളവർക്കും അന്യ സംസ്ഥാനത്തുള്ളവർക്കും ഇവിടെ അപ്പം മൂടൽ ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന് ദേവസ്വം ബോർഡ്
സബ് ഗ്രൂപ്പ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ക്ഷേത്രത്തിൻ്റെ ആ നമ്പർ നമുക്ക് ഇതിനകത്ത് ഈ ലിങ്കിൽ തന്നെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും ഈ ഗണപതിയുടെ, ഉച്ഛിഷ്ടകാര്യ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരുടെയും അഭീഷ്ടസിദ്ധിക്കായിട്ട് അദ്ദേഹം ഈ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ബ്രഹ്മാവിന് സമീപത്തായിട്ട് നിലകൊള്ളുകയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് മഹാശിവരാത്രി മഹോത്സവമാണ്. സാക്ഷാൽ ശ്രീ മഹാദേവൻ മഹാരുദ്രനായിട്ട് ഇവിടെ പരിലസിക്കുകയാണ്. ധാരാളം ഭക്തജനങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഏറെയുണ്ട്. 11 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത്. ഈ വർഷത്തെ ഉത്സവം 2025 ഫെബ്രുവരി 16 മുതൽ 26 വരെയാണ്. 26-ാം തീയതിയാണ് മഹാശിവരാത്രി മഹോത്സവം. അതിൽ ഓരോ ദിവസവും രാവിലെ തന്നെ മഹാരുദ്ര ജപം ആരംഭിക്കുകയാണ്. 11 പേരടങ്ങുന്ന സംഘമാണ്. ചിലപ്പോൾ ഒരു രുദ്രജപം കാണും, ചിലപ്പോൾ 2 ടീമായിട്ട് ഇരുന്ന് ജപിക്കും. അങ്ങനെ മഹാരുദ്രനായിട്ട് ഇവിടെ പരിലസിക്കുന്ന സാക്ഷാൽ മഹാദേവനെ, മഹാമൃത്യുഞ്ജയനായ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മഹാരുദ്രജപം എല്ലാ ദിവസവും രാവിലെ ആരംഭിച്ച് മഹാരുദ്ര അഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് അലങ്കാര പൂജ, അലങ്കാര ദീപാരാധന, അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളുണ്ട്. തിരുവാതിര, മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവാതിര ഇവിടെ എല്ലാ ദിവസങ്ങളിലും, മിക്ക ദിവസങ്ങളിലും അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് ഈ മഹാശിവരാത്രി മഹോത്സവം ഇവിടെ ആഘോഷിക്കുകയാണ്. ആ മഹാശിവരാത്രി ദിവസം ഇവിടെ മിത്രാനന്തപുരം ശരിക്കും ഒരു യാഗശാലയാണെന്ന് തന്നെ പറയാം. ഓരോ ഭക്തജനങ്ങളും ഓരോ വർഷവും അത് അനുഭവിച്ച് അവർ സായുജ്യമടഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ അത് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഭഗവാന്റെ രുദ്ര അഭിഷേകം, രുദ്രഹോമം, ചമക ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, വസോർധാര ഹോമം വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രമേ വസോർധാര ഹോമം നടക്കാറുള്ളൂ. ഇവിടെ ഈ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ ശിവരാത്രി ദിനങ്ങളിലും വസോർധാര ഹോമം നടക്കുന്നുണ്ട്. അതുവഴി എല്ലാ ജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാറുണ്ട്. മഹാശിവരാത്രി മഹോത്സവം എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ കൊണ്ടാടാറുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള ഈ മിത്രാനന്തപുരം ത്രിമൂർത്തി ക്ഷേത്രത്തിനെ പറ്റി അധികം ആർക്കും ഇപ്പോഴും അറിവില്ല. പക്ഷേ എല്ലാവർക്കും അറിയാൻ സാധിക്കത്തക്ക വണ്ണം ഭഗവാൻ അതിനൊരവസരം ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ മഹാശിവരാത്രി എല്ലാ മഹാശിവരാത്രി ദിനങ്ങളിലും അന്നദാനം ഇവിടെ ഉണ്ടാകാറുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വന്ന് ഭഗവാന്റെ അന്നപ്രസാദം കഴിച്ച് സന്തോഷിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി തിരിച്ചു പോകാറാണ് പതിവ്. അതുപോലെ ഇവിടെ ഒരു മിത്രാനന്തപുരം കുളമുണ്ട്. മിത്രാനന്തപുരം കുളം എന്ന് പറഞ്ഞാൽ അഗസ്ത്യ തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മിത്രാനന്തപുരം കുളത്തിലാണ് ഭഗവാന്റെ നമ്പിമാർ, ശ്രീ പത്മനാഭസ്വാമിയുടെ നമ്പിമാരായ തിരുമേനിമാർ ഇവിടെ 2-2:30 കുളിച്ച് ഈറനായി ഈ 12 പടികളും ചവിട്ടി ഭഗവാനെ, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ശ്രീ പത്മനാഭസ്വാമിയെ സേവിക്കുവാനായിട്ട്, പൂജിക്കുവാനായിട്ട് ഇവിടുന്നാണ് പോകുന്നത്. അതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. പണ്ട് ഈ ക്ഷേത്രത്തിൽ നമ്പിമാരുടെ തേവാരം എന്നാണ് ഈ മിത്രാനന്തപുരം ക്ഷേത്രക്കുളം അറിയപ്പെട്ടിരുന്നത്. സാക്ഷാൽ വരാഹമൂർത്തിയാൽ നിർമ്മിതമായതാണ് ഈ കുളമെന്നാണ് ഐതിഹ്യം. അതുപോലെ ശ്രീ പത്മനാഭസ്വാമിയുടെ ഉത്സവത്തിന്, ആറാട്ടിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു മുളയിടൽ ചടങ്ങ്, മണ്ണുനീർ കോരലുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ്, ഈ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് മണ്ണും വെള്ളവും കൂടെ എടുത്ത് ഒരു ആഘോഷമായിട്ടാണ്, ഒരു ഘോഷയാത്രയായിട്ടാണ് ഇവിടുന്ന് പുറപ്പെടാറ്. അതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്.
ഈ നഗരമധ്യത്തിൽ ഇത്രത്തോളം ശാന്തമായ ഒരു സ്ഥലം മറ്റെങ്ങും തന്നെ കാണാൻ ഇടയില്ല. അതുപോലെ തന്നെ വളരെ പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടി നമ്മൾ ഇവിടെ വന്നാലും എത്ര സങ്കടമുണ്ടെങ്കിലും ഇവിടെ വന്ന് കുറച്ചു നേരം ഒന്ന് ശാന്തമായിരുന്ന് ജപിച്ച് പുറത്തു പോകുമ്പോൾ നമുക്ക് ആ മനസ്സിന് കിട്ടുന്ന ശാന്തതയും ആ ഒരു ആനന്ദവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മിത്രാനന്തപുരം എന്ന പേര്. സാക്ഷാൽ ദേവദേവന്മാർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇവിടെ ഒരു യജ്ഞം, ഒരു യാഗം നടത്തിയതായിട്ടും അതുവഴി മിത്രനെ ആനന്ദിപ്പിച്ചത് വഴിയാണ് മിത്രാനന്തപുരം എന്ന ഒരു പേര് സിദ്ധിച്ചതുമെന്നാണ് പുരാണങ്ങളും പഴമക്കാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സദാ ആനന്ദം നൽകുവാനായിട്ടാണ് ശ്രീ പരമേശ്വരൻ ഇവിടെ ത്രിമൂർത്തികൾ ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും പാത്രീഭൂതരായി മനുഷ്യ മനസ്സിനെ മനുഷ്യ ദുഃഖത്തിൽ നിന്നും മുക്തരാക്കി ആനന്ദത്തിൽ ആറാടി തീരണമെന്നും ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഉത്സവം വഴി ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഓം നമഃ ശിവായ.